ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ ശ്രീജ ഇങ്ങനെ തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേദയും ഉണ്ട് കൂടെ. ഇങ്ങനെ രണ്ടുപേരും കൂടി ഈ തുണി നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് വിക്രം ഉറക്കമെഴുന്നേറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉറക്കമെഴുന്നേറ്റ് വരുന്ന സമയത്തേക്ക് വേദ ഇങ്ങനെ വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രമും വേദയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇങ്ങനെ ചായ എടുക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ശ്രീജ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ശ്രീജ അടുത്ത് ഞാൻ പോയി ചായ കൊടുക്കാം, വിക്രമിന് കൊടുക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് അടുക്കളയിലുണ്ട്, അപ്പോൾ ഞാൻ എടുത്തിട്ട് വരാമെന്ന് ഇങ്ങനെ വേദ പറയുന്ന സമയത്തിന് വിക്രം വേദയോട് പറയുന്നുണ്ട്, നീ എനിക്ക് ചായ എടുത്തൊന്നും തരണ്ട, എനിക്കറിയാൻ പോയി എടുത്ത് കുടിക്കാൻ. ഇത് കേട്ട് വേദ പറയുന്നുണ്ട് കേട്ടോ, എന്നും അങ്ങനെയല്ലല്ലോ, ഞാനല്ലേ കൊണ്ടു തരാറുള്ളത്. ഇന്ന് വിക്രം നേരത്തെ എഴുന്നേറ്റു, അല്ല എന്തു പറ്റി രാവിലെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി വരാൻ. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, എനിക്ക് തോന്നുമ്പോഴേ ഞാൻ ഉറങ്ങും, ഇല്ലെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങി വരും. അത് ചോദിക്കാൻ നീ ആരാ? ഇതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോഴേക്ക് വേദ പറയുന്നുണ്ട് കേട്ടോ, ആയിക്കോട്ടെ, ഞാൻ വെറുതെ ചോദിച്ചതാ, അല്ല ഞാൻ കരുതി രാവിലെ തന്നെ ആരെങ്കിലും തല്ലാൻ പോവുകയാണോ എന്ന് കരുതി, അതുകൊണ്ട് ചോദിച്ചതാണ്. വിക്രമപ്പോൾ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ചിലപ്പോൾ തല്ലും കൊല്ലും, അതിന് നിനക്കെന്താടി? ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട്, രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടുപേരും? എപ്പോൾ നോക്കിയാലും കീരിയും പാമ്പും, നിങ്ങളുടെ പിണക്കം എന്നാ മാറുന്നതെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് വിക്രമിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വേദ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇത് വിക്രമാണെങ്കിൽ ദേഷ്യം കാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വിക്രം അകത്തേക്ക് പോയി കിച്ചണിൽ പോയി ചായ എടുത്തുകൊണ്ട് കുടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. വേദ ഇങ്ങനെ തുണി അലക്കിക്കൊണ്ട് നിൽക്കുവാണെങ്കിലും വേദ ഇങ്ങനെ ഇടയ്ക്കിടെ വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രം തിരിച്ചും നോക്കുന്നുണ്ട് കേട്ടോ. വിക്രം വേദയോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഫോണിൽ ബെല്ല് കേൾക്കുന്നുണ്ട്. വേദ പോയി ഫോൺ എടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നോക്കുന്ന സമയത്ത് അത് ശ്രീകാന്തിൻ്റെ കോളാണ് വരുന്നത്. വേദ പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, വേദ ഇത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നിന്റെ ഫോണിലോട്ട് ഞാൻ ഒരിക്കലും വിളിക്കില്ല എന്ന് കരുതിയതാ. ഇപ്പോൾ വിളിച്ചത് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. അപ്പോൾ വേദ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ, എന്താ വിശേഷിച്ച് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന, ഹോസ്പിറ്റലിലാ, ഇപ്പോൾ ICUവിലാണ് ഉള്ളത്, നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. ഇത് പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. ഇത് കേട്ട വേദ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ എന്താ പറ്റിയ? എൻ്റെ മുത്തശ്ശിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് മുത്തശ്ശിയെ കാണണം. അപ്പോഴേക്കും ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വേദ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഈശ്വര എൻ്റെ മുത്തശ്ശിക്കൊന്നും വരുത്തല്ലേ. പെട്ടെന്നിങ്ങനെ വിക്രമിൻ്റെ അടുത്തേക്ക് വേദ ഓടി ചെന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, മുത്തശ്ശി സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, എനിക്ക് അത്യാവശ്യമായി മുത്തശ്ശിയെ കാണണം, എനിക്ക് അങ്ങോട്ടൊന്ന് പോകണം വിക്രം, എന്നെ ഒന്ന് കൊണ്ടുപോയി വിടുമോ? അപ്പോഴേക്കും വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്, നീ പൊക്കോ, അതിന് എന്നോട് ചോദിക്കുന്ന എന്തിനാ? ഏത് ഹോസ്പിറ്റലാ വേദ? ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അയ്യോ ഞാനത് ചോദിച്ചില്ല, പെട്ടെന്ന് കേട്ടപ്പോഴേക്കും ടെൻഷനിൽ ഞാനത് മറന്നുപോയി, അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ചോദിക്കാം, ഞാൻ പെട്ടെന്ന് പോയി റെഡി ആവട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ ചോദിക്കുന്നുണ്ട് വേദയോട്, മുത്തശ്ശിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ല, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ വേദയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ICUവിൽ എന്നാ പറഞ്ഞത്? എനിക്ക് ആകെ പേടിയാവുന്ന ശ്രീജേട്ടത്തി. അപ്പോൾ ശ്രീജ ഇങ്ങനെ വേദയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. വേദ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മുത്തശ്ശിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ ഇങ്ങനെ പെട്ടെന്ന് ഫ്രഷ് ആവാനായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ശ്രീജ ഇങ്ങനെ നന്ദിനിയോടായിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് സുഖമില്ല എന്ന്. ഇത് കേട്ടിട്ട് നന്ദിനി ഇങ്ങനെ പറയുന്നുണ്ട്, ഈശ്വര ആ മുത്തശ്ശി ഇനി ഇവളെ ഇങ്ങോട്ട് വിടല്ലേ, അവൾ ഇനി തിരിച്ചിങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രീജ ചോദിക്കുന്നുണ്ട്, നിനക്കെന്തിനാ വേദയോട് ഇത്രയും അസൂയ? കുറച്ച് കൂടുതലാകട്ടോ, ഇത് നിർത്തുന്നതാ നന്ദിനി നിനക്ക് നല്ലത്. ഇത് കേട്ടിട്ട് നന്ദിനി പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് അസൂയയോ? എന്താ അവളോടോ? ഇതിന് മാത്രം എന്തിരിക്കുന്നു? എനിക്കതൊന്നും അല്ല. അവളോട് ദേഷ്യം വേറൊന്നും കൊണ്ടല്ല, വിക്രമിന് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഇവൾ മനഃപൂർവ്വം ഇവിടെ കയറി താമസിക്കുമല്ലേ, ഇവിടുത്തെ മരുമകളാകാൻ നോക്കുമല്ലേ, അതുകൊണ്ടാണ് എനിക്ക് അവളോട് ദേഷ്യം. ഇത് കേട്ടിട്ട് ശ്രീജ ഒന്നും പറയുന്നില്ല കേട്ടോ. ഇത് കേട്ട് കമല അടുത്ത് നിൽപ്പുണ്ട്. വേദ റെഡിയായി പോകാനായിട്ട് ഇറങ്ങി നിൽക്കുക. എല്ലാവരോടും പറഞ്ഞിട്ട് വേദയും വിക്രമും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. ബൈക്കിലാണ് ഹോസ്പിറ്റലിലേക്ക് വിക്രം കൊണ്ടുവിടാനായിട്ട് പോകുന്നത്. അപ്പോഴേക്ക് കണ്ണാടിയിൽ കൂടി വിക്രം വേദയെ നോക്കുന്നുണ്ട് കേട്ടോ. വിക്രം പറയുന്നുണ്ട്, നിനക്ക് നിന്റെ മുത്തശ്ശിയെ അത്രയ്ക്ക് ഇഷ്ടമാണോ?
അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഞാൻ നിന്റെ ടെൻഷൻ ഇത്രയും കണ്ടിട്ട് ചോദിച്ചാന്ന് വിക്രം പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മുത്തശ്ശിയാണ് എല്ലാം. എന്നെ ചെറുപ്പം മുതലേ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി തന്നതും ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണമെന്നും എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറണമെന്നും ഒരു ഭാര്യയുടെ കടമയും താലിയുടെ മഹത്വവും പവിത്രതയും ഒക്കെ എന്നെ പഠിപ്പിച്ചു തന്നത് എൻ്റെ മുത്തശ്ശിയാണ്. എൻ്റെ എല്ലാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം വേദയെ കണ്ണാടിയിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല. ഹോസ്പിറ്റലിൽ എത്തിയതും വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, വിക്രം വരുന്നില്ലേ? അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഞാനില്ലേ, നിന്റെ ചേട്ടനും അച്ഛനും എല്ലാവരും കാണും അവിടെ, എന്തിനാ വെറുതെ ഒരു സീൻ ഉണ്ടാക്കുന്നത്? ഇനി ഒരു കാര്യം ചെയ്യും, ഇനി നീ വരാനൊന്നും നിൽക്കണ്ട. നിന്റെ മുത്തശ്ശിക്ക് അസുഖമൊക്കെ സുഖമാകട്ടെ. മുത്തശ്ശിയെ നീ നന്നായിട്ട് അവിടെ നിന്ന് തന്നെ നോക്കിക്കോ. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, ഓ വിക്രമിനെ ഞാനില്ലാത്തതിൻ്റെ സന്തോഷമാണല്ലേ? വിക്രം എന്നാ പൊക്കോ, എനിക്ക് മുത്തശ്ശിയെ കാണണം, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് ഓടിക്കയറി പോകുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് ആ ശരി എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തോ ഇങ്ങനെ വിക്രം മനസ്സിനൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. വേദയില്ലെന്നറിഞ്ഞപ്പോൾ വിക്രമിൻ്റെ ഉള്ളിൽ ചെറിയ വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. വേദയെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ പോകുന്നുണ്ട്. വേദ പോകുമ്പോഴേക്കും ഐസുവിൻ്റെ ഫ്രണ്ടിൽ അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും കൂടി നിൽപ്പുണ്ട്. അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്താ പറ്റി അമ്മേ? എനിക്ക് മുത്തശ്ശിയെ കാണണം. അപ്പോഴേക്കും ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നിന്നെ കാണണമെന്ന് മുത്തശ്ശി ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, അകത്ത് പോയി കണ്ടോ എന്ന്. പെട്ടെന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് വേദ പോകുന്നുണ്ട് കേട്ടോ. വേദയെ കണ്ടതും മുത്തശ്ശി ഇങ്ങനെ വിളിക്കുന്നുണ്ട്, മോളെ. അപ്പോഴേക്കും മുത്തശ്ശി വേദ ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശി, എന്താ പറ്റിയേ? ഞാനൊന്നും അറിഞ്ഞില്ല, ശ്രീയേട്ടനാ രാവിലെ വിളിച്ചു പറഞ്ഞത്. അപ്പോഴേക്കും മുത്തശ്ശിക്ക് ഒന്നുമില്ല, എല്ലാം ശരിയായി മോളെ. ഇപ്പം എൻ്റെ മോളെ ഒന്ന് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ മോളെ കണ്ടപ്പോൾ എൻ്റെ അസുഖങ്ങളെല്ലാം മാറി എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, വിക്രം വന്നില്ലേ മോളെ എന്ന് പറയുമ്പോഴേക്കും, ഇല്ല മുത്തശ്ശി, ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് വിക്രമാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് വിക്രം തിരിച്ചു പോയി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും മോളെ കാണാൻ പറ്റിയല്ലോ, ഇനി മോള് തിരിച്ചു പോയിക്കോ എന്ന് പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശി, മുത്തശ്ശിയെ റൂമിലേക്ക് മാറ്റിയിട്ട് ഞാൻ പോകുന്നുള്ളൂ, എനിക്ക് എന്തായാലും അവിടെ പോയാൽ ഒരു സമാധാനവുമില്ല എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് ഒന്നുമില്ല മോള് സമാധാനമായിട്ടുണ്ട് ഇരിക്കുന്ന പറയുമ്പോഴേക്കും സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട്, കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട കേട്ടോ, പുറത്തോട്ട് നിന്നോ എന്ന് പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ പുറത്ത് നിന്നോളാം എന്ന് പറഞ്ഞിട്ടിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് രാത്രി ആകുമ്പോഴേക്കും വിക്രം വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോഴേക്കും വിക്രമിനെ നോക്കി കമലാമ്മ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, എങ്ങനെ ഉറങ്ങാനാ, നിന്നെ കാത്തിരിക്കാൻ ഇപ്പോൾ വേദയില്ലല്ലോ. വിക്രം അപ്പോൾ കമലാമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ അമ്മേ എന്തിനാ അവളെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത്? അപ്പോഴേക്കും കമലാമ്മ ചോദിക്കുന്നുണ്ട്, ചോറെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും, വേണ്ടമ്മേ എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് എന്തോ ഒരു വിശപ്പില്ലായ്മ എന്ന് പറയുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, എന്താണ് നിനക്ക്, എന്താ പറ്റിയേ? നിനക്ക് ഒരു വല്ലായ്മ പോലെ ഉണ്ടല്ലോ, എന്താ ഒരു ഉത്സാഹമില്ലാത്ത മുഖമൊക്കെ വാടിയിരിക്കുന്നത്, എന്താടാ പറ്റിയേ? വേദ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഓ അവളില്ലാത്തതിലേ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, നീ എന്തു പറഞ്ഞാലും നിന്റെ മുഖം കാണുമ്പോഴേ എനിക്ക് കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ശരി അമ്മേ, ഞാൻ കിടക്കാൻ പോവാന്നും പറഞ്ഞ് റൂമിലേക്ക് വിക്രം ഇങ്ങനെ കയറി പോകുന്നുണ്ട്. കഥ കടിച്ച ശേഷം വിക്രം കിടക്കാൻ കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല കേട്ടോ. ഫോൺ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കുന്നുണ്ട്, വേദ വിളിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. വിക്രം പറയുന്നുണ്ട്, ഇനി അവൾ വരില്ലേ, ഇനി ഫോൺ ചെയ്യാമെന്നല്ലേ പറഞ്ഞ്, ഇതുവരെ അവൾ വിളിച്ചില്ലല്ലോ, ഇങ്ങോട്ടൊന്ന് വിളിച്ചാൽ എന്താ എന്നൊക്കെ ഇങ്ങനെ വിക്രം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വേദയെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഫോൺ റിങ് അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം ചാടി എഴുന്നേറ്റ് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിളിക്കുമ്പോഴേക്കും വിക്രം ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും വിക്രം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ ഉറങ്ങാൻ കിടന്നാണ്, ഇന്ന് മനസ്സിനൊരു സമാധാനം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇല്ല, എനിക്ക് മുത്തശ്ശിയുടെ കാര്യത്തിനായി നടന്നുകൊണ്ട് തിരക്കായതുകൊണ്ടാണ് വിക്രമിനെ വിളിക്കാതിരുന്നത് എന്നിങ്ങനെ വേദ പറയുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നീ വിളിച്ചാലും ഇല്ലേലും എനിക്കെന്തിനാ, നിന്നെ ആരാ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും, ശരി വിക്രം, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും വിക്രമിന് ആകെ വിഷമം വരുന്നുണ്ട്. ഓ ഇവളെന്തിനാ ഇപ്പം കട്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കം വരാതെ തിരിഞ്ഞും പറഞ്ഞും കിടക്കുന്ന വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.